വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അപൂർവതകളും പ്രത്യേകതകളും വെച്ച് പുലർത്തുന്ന നാടാണ് നമ്മുടെ കൊച്ചു കേരളം. അതിൽ എടുത്തു പറയേണ്ടതാണ് ക്ഷേത്രങ്ങളുടെ നാടായ പത്തനംതിട്ട ജില്ല. ഇവിടെ മനസ്സറിഞ്ഞു വിളിച്ചാൽ കേൾക്കുകയും അതുപോലെ ഉറി വഴിപാട് കൊണ്ട് വ്യത്യസ്തവുമാക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്. അതാണ് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. നൊന്തു വിളിക്കുന്നവരെ കൈവെടിയാത്ത ബാലരൂപത്തിൽ കുടികൊള്ളുന്ന ഉണ്ണിക്കണ്ണനെ കാണാൻ വിവിധ ജില്ലകളിൽ നിന്ന് പോലും വിശ്വാസികൾ എത്തിച്ചേരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഉളനാട് ഉണ്ണിക്കണ്ണന്റെ ക്ഷേത്രം. സന്താന ഭാഗ്യത്തിനും ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും വേണ്ടി വിശ്വാസികൾ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ക്ഷേത്രമാണ് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ദിവസേന കൃഷ്ണനെ കാണാനെത്തുന്നവരുടെ എണ്ണം കണ്ടാൽ മാത്രം മതി നിത്യജീവിതത്തിലെ പ്രതിസന്ധികളിൽ കണ്ണൻ പരിഹാരമാകുന്നു എന്ന് മനസ്സിലാക്കാൻ. ബാലരൂപത്തിൽ ശ്രീകൃഷ്ണനുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ പ്രഥമസ്ഥാനം വഹിക്കുന്നു കണ്ണന്റെ ക്ഷേത്രം. വർഷങ്ങൾക്ക് മുൻപ് പോളച്ചിറ ജലാശയത്തിന്റെ കരയിൽ നിർമ്മിച്ച ക്ഷേത്രം വിശ്വാസികൾക്ക് പ്രധാന ആശ്രയ കേന്ദ്രമായി മാറിയിരിക്കുന്നു. പ്രതിഷ്ഠ നടന്ന ദിവസം നല്ല തെളിഞ്ഞ ആകാശമായിരുന്നു. എങ്കിലും പെട്ടെന്ന് ഇടിവെട്ടി മഴ പെയ്തതും ശ്രീകൃഷ്ണ പരുന്ത് ശ്രീകോവിലിന് മുകളിൽ വട്ടമിട്ട് പറന്നതും ഭഗവാന്റെ സാന്നിധ്യം ഉറപ്പിക്കുന്നു. ദേശക്കാർ വർഷങ്ങൾക്ക് ശേഷം പുനർനിർമ്മാണത്തിനായി താഴികക്കുടം ഇറക്കിയപ്പോൾ ഉള്ളിൽ സ്ഥാപിച്ചിരുന്ന വെറ്റില വാടാതിരുന്നതും വിശ്വാസികൾ അത്ഭുതത്തോടെ നോക്കിക്കാണും. വെണ്ണ, അവൽ, കൽക്കണ്ടം, പഞ്ചസാര, കദളിപ്പഴം, ലഡു മുതലായവ ഭക്തന്റെ ഇഷ്ടാനുസരണം മുറിയിൽ നിറച്ച് ശ്രീകോവിലിന് വലം വെച്ച് നമസ്കാര മണ്ഡപത്തിൽ ഭഗവാന് സമർപ്പിക്കുന്നു. അത് മേൽശാന്തി ഉണ്ണിക്കണ്ണന് സമർപ്പിച്ച ശേഷം പ്രസാദമായി തരുന്നു.
13 വയസ്സിൽ താഴെയുള്ള ബാലഭാവത്തിലുള്ള ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പ്രതിഷ്ഠാ സമയം മുതൽ തന്നെ വളരെ ചൈതന്യമുള്ള അനുഗ്രഹമുള്ള ഭക്തജനങ്ങൾക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകിയിട്ടുള്ള ഒരു ദേവൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. കാലം മാറിക്കഴിഞ്ഞപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ഇവിടെ നടന്നതിന് ശേഷം നമുക്കറിയാം, ഈ പഞ്ചായത്ത് വക ഉളനാട് പോളച്ചിറ ജലാശയത്തിൽ കായൽ മാടൻ എന്നൊരു ഭീകരസത്വം വാണിരുന്നു എന്നാണ് പഴമക്കാർ പറഞ്ഞുള്ള അറിവ്. ആ ഭീകരസത്വത്തിൻ്റെ ഉപദ്രവം ഈ നാട്ടിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മനുഷ്യർക്കും അതുപോലെ തന്നെ പക്ഷി മൃഗാദികൾക്കുമൊക്കെ അതിൻ്റെ ഉപദ്രവം നന്നേ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കുവാൻ വേണ്ടി ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ പ്രതിഷ്ഠ വന്നതിന് ശേഷം ഈ കായൽമാടൻ്റെ ബുദ്ധിമുട്ട്, കായൽമാടൻ്റെ ശല്യം ജനങ്ങൾക്ക് ഒഴിവായി കിട്ടി, പക്ഷി മൃഗാദികൾക്ക് ഒഴിവായി കിട്ടി. ഈ നാടിനൊരു ശാപമോക്ഷം കിട്ടിയ രീതിയിൽ തന്നെയാണ് ആ കായൽമാടൻ്റെ ഈ ക്ഷേത്രം വന്നതിന് ശേഷം കായൽമാടനെ ഇവിടെ നിന്നും നിഷ്കാസനം ചെയ്തത്. ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷം ദേവപ്രശ്നം നടത്തി നോക്കിയപ്പോൾ ആ ഉളനാട് പോളച്ചിറയിൽ വസിച്ചിരുന്ന കായൽമാടൻ എന്ന സ്വത്വത്തെ ഇവിടെ നിന്നും പൂർണ്ണമായി മാറ്റുന്നതിന് വേണ്ടി ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിലുള്ള പേരാലിൻ്റെ ചുവട്ടിൽ ആ കായൽമാടനൊരു വാസസ്ഥലം ഒരുക്കണമെന്ന് ദേവപ്രശ്നത്തിൽ വിധി തെളിയുണ്ടായി. അങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിലുള്ള പേരാലിൻ്റെ ചുവട്ടിൽ കായൽമാടന് വാസസ്ഥലം ഒരുക്കുകയും അതോടൊപ്പം ചെയ്തു. അതിനുശേഷം ഈ കായൽമാടൻ്റെ യാതൊരുവിധമായ ശല്യവും നാട്ടിൽ ജനങ്ങൾക്കുണ്ടായിട്ടില്ല, പക്ഷി മൃഗാദികൾക്കുണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് ഉറി വഴിപാടാണ്. ഈ ഉറിയിൽ വെണ്ണ, ലഡു, ഉണ്ണിയപ്പം, കദളിപ്പഴം, അവലെ, ഉണ്ടശർക്കര, പഞ്ചസാര ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ദ്രവ്യങ്ങൾ നിറച്ച് ഉണ്ണിക്കണ്ണൻ്റെ തിരുനടയിൽ വെച്ച് സമർപ്പിക്കുകയാണ്. ആ സമർപ്പിക്കുന്ന ദ്രവ്യത്തിൽ നിന്നും കുറച്ചെടുത്ത് ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുപോയി പൂജിച്ച് മേൽശാന്തി അത് സമർപ്പിക്കുന്ന ഭക്തർക്ക് അതിൻ്റെ പ്രസാദമായി നൽകുന്നു. ഈ ഉറി സമർപ്പിക്കുന്ന ആഗ്രഹ സബലീകരണത്തിന് വേണ്ടി ഉറി സമർപ്പിക്കുന്ന ഭാരതത്തിലെ ഏക ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന ഖ്യാതി കൂടി ഇപ്പോഴുണ്ട്. അതേപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി ഈ ക്ഷേത്രസന്നിധിയിൽ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനമായ രോഹിണി ദിവസം എല്ലാ മാസവും ഭഗവാന്റെ തിരുമുമ്പിൽ ഒരു കാര്യസിദ്ധി പൂജ, മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജ എന്നാണ് പൂജയുടെ പേര്. ഇന്ന് കേരളത്തിൻ്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെയുള്ള 14 ജില്ലകളിൽ നിന്നുമായി ഏതാണ്ട് 5000-ലധികം ഭക്തജനങ്ങളാണ് ഈ പൂജയിൽ പങ്കെടുക്കുവാനായി രോഹിണി ദിവസം രാവിലെ ഈ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതുള്ള എല്ലാ ദിവസങ്ങളിലും ഇന്ന് ഉറി വെക്കുവാനും അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുവാനും വേണ്ടി ഭക്തരുടെ നിലയ്ക്കാത്ത പ്രവാഹം എല്ലാ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 1000കണക്കിന് ആളുകൾക്കാണ് വിവാഹശേഷം 5 വർഷം മുതൽ 23 വർഷം വരെ സന്താനഭാഗ്യം ഇല്ലാതിരുന്ന 2200-ലധികം കുടുംബങ്ങൾക്ക് സന്താനഭാഗ്യം ലഭിച്ചതായി ഇവിടെ നമ്മുടെ ഓഫീസിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇവിടെ സന്താനഭാഗ്യം ലഭിച്ച പൂജയിൽ പങ്കെടുത്ത് 5-7 പൂജയിൽ പങ്കെടുക്കുമ്പോൾ അവർക്ക് സന്തോഷവാർത്ത അവർക്ക് ലഭിക്കുന്നു. അങ്ങനെ ലഭിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് ചോറൂണും തുലാഭാരവും അടക്കമുള്ള വഴിപാടുകൾ ചെയ്ത് അവർ ഭഗവാന്റെ മുമ്പിൽ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുകയാണ്. അങ്ങനെ വളരെ വ്യത്യസ്തങ്ങളായ മറ്റെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഒരു വലിയ ഒരു ക്ഷേത്രമാണിന്ന് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അതേപോലെ തന്നെ ഇവിടെ നമ്മൾക്ക് ജാതിയോ മതമോ മറ്റൊന്നും നമ്മൾ വേർതിരിച്ചിട്ടില്ല. ക്ഷേത്രവിശ്വാസിയിൽ ഭഗവാനെ വിശ്വസിച്ച് ഇവിടെ എത്തുന്ന ഏതൊരു ആളിനും വിശ്വാസത്തോട് ക്ഷേത്ര അനുഷ്ഠാനങ്ങൾ പാലിച്ച് ഇവിടെ എത്തുന്ന എല്ലാവർക്കും വാതിൽ കൊട്ടിയടയ്ക്കാതെ അതിർവരമ്പുകൾ നിശ്ചയിക്കാതെ എല്ലാ ഭക്തർക്കും ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ ഈ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എല്ലാ മാസവും രോഹിണി നാളിൽ ഇവിടെ പൂജകൾ നടക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ കാര്യസിദ്ധി പൂജകൾ, ആഗ്രഹ സബലീകരണത്തിന് ശേഷം ഉറി കെട്ടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അതിയായ സന്തോഷമുണ്ട്. കാരണം ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണൻ്റെ ലീലകൾ അല്ലെങ്കിൽ അനേകായിരം ഭക്തജനങ്ങൾ എത്തുന്ന വിവിധ ജില്ലകളിൽ നിന്നും ഒരുപാട് ഭക്തജനങ്ങൾ ഈ ക്ഷേത്രങ്ങളിൽ എത്തുന്നുണ്ട്. അപ്പം ഇവിടുത്തെ ഒരു മാഹാത്മ്യം ലോകമെമ്പാടും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉറി വഴിപാടിനൊപ്പം തന്നെ വിശേഷവും പ്രസിദ്ധവുമാണ് ഇവിടുത്തെ മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജ. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി ഇത് നടത്തപ്പെടുന്നത് എല്ലാ രോഹിണി നാളിലും രാവിലെ 9:30 മുതൽ 10:30 വരെയുള്ള സമയത്താണ്. നമ്മൾ കൊണ്ടുവരുന്ന നാണയം വെറ്റിലയിൽ വെച്ച്
നാട്ടിലെ ഉണ്ണിക്കണ്ണന് സമർപ്പിച്ച് ആഗ്രഹം പറയുന്നതാണ് പ്രധാനം. കഷ്ടതയനുഭവിക്കുന്നവർക്ക് സ്നേഹസാന്ത്വനമായി അനുഗ്രഹം ചൊരിഞ്ഞ് ജനമനസ്സുകളിൽ കുളിരണിഞ്ഞ് ഓടിക്കളിക്കുന്നു ഈ ഉളനാട് ഉണ്ണിക്കണ്ണൻ.